കുന്നത്തൂരിലെ LDF സ്ഥാനാർത്ഥി കോവൂർ കുഞ്ഞുമോന്റെ റോഡ് ഷോയ്ക്കിടെ ആക്രമണം. 2 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റു. റോഡ് ഷോയ്ക്ക് നേരെ UDF പ്രവർത്തകർ കല്ലെറിയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ചക്കുവള്ളിയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ഭരണിക്കാവിൽ എത്തിയപ്പോഴായിരുന്നു ആക്രമണം. ഒരു പ്രകോപനവുമില്ലാതെ ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് കോവൂർ കുഞ്ഞുമോൻ പറഞ്ഞു. എന്നാൽ ആക്രമണത്തിന് പിന്നിൽ LDF ആണെന്ന് UDF ആരോപിച്ചു. കഴിഞ്ഞ രാത്രി 9 മണിയോടെ ഭരണിക്കാവ് ജംഗ്ഷനിലായിരുന്നു സംഭവം. ചക്കുവള്ളിയിൽ നിന്നും ആരംഭിച്ച LDFന്റെ റോഡ് ഷോ കടപുഴ വഴി ഭരണിക്കാവിൽ എത്തുന്നതിന് തൊട്ടുമുമ്പായാണ് ആക്രമണം നടന്നത്. ഭരണിക്കാവിൽ UDF സ്ഥാനാർത്ഥിയുടെ പരിപാടി നടക്കുന്ന റോഡിന് മുന്നിലൂടെ റോഡ് ഷോ എത്തിയപ്പോൾ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡിലേക്കിറങ്ങി കൊടിവീശി റോഡ് ഷോയ്ക്ക് തടസ്സം സൃഷ്ടിച്ചു. തുടർന്ന് സ്ഥാനാർത്ഥി സഞ്ചരിച്ച വാഹനത്തിനു നേരെ UDF പ്രവർത്തകർ കല്ലെറിയുകയായിരുന്നു. കല്ലേറിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. DYFI ശൂർനാട് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ഷാഹിദ, മൈനാഗപ്പള്ളി മേഖലാ കമ്മിറ്റി അംഗം അനന്തു എന്നിവർക്ക് തലയ്ക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. അനന്തുവിന്റെ തലയ്ക്ക് 4 തുന്നലും ഷാഹിദിന്റെ തലയ്ക്ക് 2 തുന്നലുമുണ്ട്. UDF നിയോജകമണ്ഡല നേതാക്കൾ നോക്കി നിൽക്കെയാണ് പ്രവർത്തകർ ആക്രമണം നടത്തിയെന്ന് LDF ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഭരണിക്കാവിലുണ്ടായ സംഭവം തികച്ചും അപലപനീയമാണ്. ഒരിക്കലും ഉണ്ടായിക്കൂടാത്ത ഒരു സംഭവമായിട്ട് അതിനെ കണക്കാക്കാൻ കഴിയും. UDFന്റെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇന്നലെ വളരെ സമാധാനപരമായി റോഡ് ഷോയിൽ നടത്തിയവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആസൂത്രിതമായ ആക്രമണം. കുന്നത്തൂർ നിയോജക മണ്ഡലം എന്നും ഇടതുപക്ഷത്തിന്റെ സ്വന്തം മണ്ഡലം തന്നെയാണ്. UDF കരുതിയത് ഈ മണ്ഡലത്തിൽ ഇത്തവണ അവർക്ക് ജയിച്ചു വരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ടാണ് അവർ എല്ലാ കാര്യങ്ങളെയും സമീപിച്ചത്. ഇത്തരം ആക്രമണ പ്രവർത്തനങ്ങളുമായി UDF രംഗത്ത് വന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ജനങ്ങളോടുള്ള സമീപനവും കോവൂർ കുഞ്ഞുമോനെ കൂടുതൽ ജനപ്രിയതനാക്കുന്ന കാഴ്ചയാണ് ആ മണ്ഡലത്തിൽ എവിടെയും കാണാൻ കഴിയുന്നത്. അതിൽ വിരളിപൂണ്ട UDF നടത്തുന്ന ഇത്തരം വൃത്തികെട്ട നടപടികൾ തീർത്തും അതിനെ അപലപിക്കുന്നു. അത് ഈ നാട്ടിലെ ജനങ്ങൾ, കുന്നത്തൂർ മണ്ഡലത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി ഇതിനോട് പ്രതികരിക്കുമെന്ന് ഞാൻ തീർത്തും വിശ്വസിക്കുകയും ചെയ്യും. അക്രമം പ്രതിഷേധപരമാണെന്ന് കുന്നത്തൂരിലെ LDF സ്ഥാനാർത്ഥി കോവൂർ കുഞ്ഞുമോനും പറഞ്ഞു. കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പരിക്ക് പറ്റിയവരെ എല്ലാവരും കണ്ടു, ഡോക്ടറുമായിട്ട് സംസാരിച്ച് ഇന്റേണൽ ഇഞ്ചുറി ഉണ്ട് 2 പേർക്കും. അതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സ്ഥാനാർത്ഥിയുടെ ഉൾപ്പെടെ വാഹനത്തിന് നേരെ യാതൊരു പ്രകോപനവും ഇല്ലാതെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കല്ലും വടിയുമായി പാഞ്ഞെടുക്കുകയായിരുന്നുവെന്ന് കോവൂർ കുഞ്ഞുമോൻ ആരോപിച്ചു. ഇതേസമയം അക്രമത്തിന് പിന്നിൽ LDF ആണെന്ന് UDFും ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.